നിതിൻ നവീന്റെ നേതൃത്വത്തിലുള്ള പുതിയ ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വന്ദേമാതരം ചർച്ചാ വിഷയമാക്കുന്നതിനോടൊപ്പം ജൻസികളുമായുള്ള ഒരു ആശയവിനിമയം കൂട്ടാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം രാഹുൽ ഗാന്ധി ആയുധമാക്കുമ്പോൾ ചർച്ച വന്ദേമാതരത്തിൽ നിർത്താൻ ഉറച്ചിരിക്കുകയാണ് BJP. കോൺഗ്രസിനെ കടന്നാക്രമിക്കുക, അതായത് വന്ദേമാതരം കോൺഗ്രസ് അപമാനിച്ചു, കോൺഗ്രസിന് രാജ്യസ്നേഹമില്ല, ഇന്ത്യയോട് വലിയ രീതിയിൽ രാജ്യസ്നേഹമൊക്കെ കാണിക്കുന്നത് വെറും ഉടായിപ്പാണ് കോൺഗ്രസിൻ്റെത് എന്ന് ജനങ്ങളെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് BJP നീങ്ങുന്നത്. ഇന്നലെ ദില്ലിയിൽ നടന്ന ദേശീയ ഭാരവാഹികളുടെ യോഗത്തിൽ വന്ദേമാതര ആലാപനം വിവാദത്തിൽ കോൺഗ്രസിനെതിരെ പ്രമേയവും പാസാക്കിയിട്ടുണ്ട്. വന്ദേമാതരത്തിന്റെ ആദ്യ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന് കോൺഗ്രസ് തീരുമാനം വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാനാണെന്നാണ് BJPയുടെ ആരോപണം. ഒപ്പം യുവാക്കൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ഇതിന്റെ പ്രാധാന്യം എത്തിക്കാൻ രാജ്യവ്യാപകമായ ഒരു ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇതിനു പുറമെ അടുത്ത വർഷം വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ചും ചർച്ച നടന്നു. UPയിലടക്കം നേരത്തെ തയ്യാറെടുപ്പ് തുടങ്ങാനാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രതിപക്ഷത്തിന്റേത് അരാജകത്വം പടർത്താനുള്ള തന്ത്രം എന്ന പ്രചാരണം BJP ശക്തമാക്കുകയും ജൻസികളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള പരിപാടികളും യോഗം ചർച്ച ചെയ്തു. സ്മൃതി ഇറാനിക്ക് അടക്കം ഇതിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം രാഹുൽ ഗാന്ധിയുമായി മത്സരിച്ച് പരാജയപ്പെട്ടതിന് ശേഷം രാഷ്ട്രീയത്തിൽ നിന്നടക്കം കുറച്ച് ഇടവേള എടുക്കുന്ന ഒരു സാഹചര്യം സ്മൃതി ഇറാനി എടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ തിരിച്ചു വരികയാണ് BJPയിൽ. അങ്ങനെ ഒരു മുതിർന്ന ഒരു ചുമതല, ശക്തമായ ഒരു ചുമതലയാണ് BJP ഇപ്പോൾ സ്മൃതി ഇറാനിക്ക് നൽകിയിട്ടുള്ളത്. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ സേവന ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ശുചിത്വ പ്രവർത്തനങ്ങൾ, രക്തദാന ക്യാമ്പുകൾ, ആരോഗ്യ ക്യാമ്പുകൾ തുടങ്ങിയ ഉൾപ്പെടുന്ന ഈ ക്യാമ്പയിനൊപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരുന്ന കാലങ്ങളിൽ പ്രഖ്യാപിച്ച ക്ഷേമ പ്രവർത്തനങ്ങളെയും പദ്ധതികളെയും ഉയർത്തിക്കാട്ടാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ജൻസി പ്രതിഷേധത്തിന് ശേഷമുള്ള അന്തരീക്ഷം വെല്ലുവിളി ഉയർത്തുന്നു എന്നത് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന സന്ദേശം നേതൃത്വ യോഗങ്ങളിൽ തന്നെ മോദി നൽകുന്നുണ്ട്. കൂടാതെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വീണ്ടും ചർച്ചയാക്കാൻ BJP ഒരുങ്ങുകയാണ്. ബിൽ പാസ്സായില്ലെങ്കിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എല്ലാം ഒരുമിച്ചാക്കാനും ആലോചന ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. 2029-ൽ 22 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്തുന്നത് ചർച്ചയിലുണ്ട്. UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJP അധികാരത്തിൽ തിരിച്ചെത്തിയാൽ 2029-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതും ആലോചിക്കും. ശീതകാല സമ്മേളനത്തിൽ ബിൽ പാസ്സാക്കുന്നത് അജണ്ടയാക്കാനാണ് സർക്കാർ നീക്കമെന്നാണ് സൂചന. കൂടാതെ ഇതെല്ലാം, അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പായാൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 2029-ൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം. ബിൽ പാസ്സായില്ലെങ്കിലും പരമാവധി സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് 2029-ലാക്കാനാണ് BJP ചർച്ച തുടങ്ങുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ പഞ്ചാബിലും ഉത്തർപ്രദേശിലും അടക്കം ഈ അടുത്ത വർഷം 2027 ആദ്യ വാരത്തോടുകൂടി വലിയ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു മാമാങ്കത്തിലേക്ക് പഞ്ചാബും ഉത്തർപ്രദേശും അടക്കം കടക്കുകയാണ്. പഞ്ചാബിൽ ആം ആദ്മി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ള ഒരു നീക്കമാണ് BJPയുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതായത് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ആം ആദ്മിയുടെ രാഘവ് ചന്ദ ഉൾപ്പെടെയുള്ള 7 MPമാരെ BJP പാളയത്തിലേക്ക് എത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയെ നാമാവശേഷമാക്കുക എന്നുള്ളൊരു നീക്കമുണ്ട്. UPയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ UPയിൽ കുറച്ചും കൂടി ഒരു കടുപ്പം BJP അനുഭവപ്പെടും, അല്ലെങ്കിൽ BJPക്ക് ഒരു അനുഭവം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ രാഷ്ട്രീയ വിദഗ്ധർ പങ്കുവെക്കുന്നത്. കാരണം അയോധ്യ രാമക്ഷേത്രം അടക്കം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് ജനങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുക, ഇതിൽ ആരാണോ കുറ്റം ചെയ്തത് അവരെ ശക്തമായി തന്നെ അവരെ ശിക്ഷിക്കപ്പെടും. അത് വലിയവരായിരുന്നാലും ശരി തന്നെ, എത്ര വലിയ ശക്തരായിരുന്നാലും ശരി തന്നെ അവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു കർശനമായ ഒരു സന്ദേശം, വ്യക്തമായ ഒരു സന്ദേശം BJP നൽകും, അല്ലെങ്കിൽ നരേന്ദ്രമോദി നൽകും എന്നതാണ് നിലവിൽ രാഷ്ട്രീയ വിദഗ്ധർ തന്നെ പങ്കുവെക്കുന്നത്.